ഒന്നുകിൽ എല്ലാ ആളുകളും രാഷ്ട്രീയം പറയണം, ഞാൻ ഈ 5 പ്രതികളുടെ രാഷ്ട്രീയം പറഞ്ഞില്ല. ഈ ചർച്ചയിൽ ശ്യാമേ പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് ശ്യാമ. ഈ ചർച്ചയിൽ പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് ശ്യാമിന് പ്രതിപട്ടികയിലില്ലാത്ത ഒരാളുടെയും 5ാം പ്രതിയുടെ രാഷ്ട്രീയമേ പറയാമെന്നല്ലോ. ശ്യാം ഇപ്പൊ പറഞ്ഞ കോമൺ സെൻസ് ഇല്ലേ? പറയുകയാണെങ്കിൽ എല്ലാവരുടെയും രാഷ്ട്രീയം പറയണമെന്ന്. അത് ശ്യാം ചെയ്യാത്തിടത്താണ് ഞാൻ ഇടപെട്ടത്. കേട്ടോ, ഇനി പറഞ്ഞോ. ഈ നമ്മുടെ രാജ്യത്തോ കേരളത്തിലോ എവിടെയാണെങ്കിലും ഏത് രീതിയിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നാലും അതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ്. തെറ്റ് ചെയ്ത ആളുകൾ, അതിലെ കുറ്റവാളികൾ യാതൊരു വിധത്തിലുള്ള ദയയും അർഹിക്കാതെ അവർ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. ഇതിനകത്തെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ ശ്യാംകുമാർ സാർ അടക്കമുള്ള ആളുകൾ അവരതിനകത്ത് പറഞ്ഞു വെക്കുന്ന ചില രാഷ്ട്രീയമുണ്ട്. ചില സത്യങ്ങളെ അസത്യമാക്കി ഒരു മൂടി വെച്ചുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ മേലേക്ക് കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ്. അത് ശരിയല്ല. ഞാൻ ഈ വിഷയത്തിൽ ഇന്ന് സത്യത്തിൽ സംസാരിക്കാൻ അതിനകത്ത് രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടേ അല്ല വന്നത്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പുരോഗമനം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിൽ ഇത് അടുപ്പിച്ചുണ്ടാകുന്ന 4ാമത്തെ ഒരു ആൾക്കൂട്ട കൊലപാതകമാണ്. ആ ആൾക്കൂട്ട കൊലപാതകം എന്തുകൊണ്ടാണ്, എങ്ങനെ അതിനെ തടയണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇവിടെ ഇന്നലെ നിങ്ങൾ മാതൃഭൂമി ഓൺലൈൻ മീഡിയ കൊടുത്തൊരു വാർത്തയുണ്ട്, കുറ്റം ചെയ്തവരിൽ പ്രതികളിൽ സ്ത്രീകളും. പക്ഷേ ഇന്ന് കേരളത്തിലെ പോലീസ് പ്രതിപട്ടികയിൽ പ്രതിയേർത്ത 5 പേരിലും സ്ത്രീകളില്ല. ആ സ്ത്രീയിൽ ഒരാളെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് മെമ്പറാണ് അവിടുത്തെ. ഇനി ഒരാളുടെ പേര് ഞാൻ വായിക്കാം, ആനന്ദൻ. നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പോലീസ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള 5 പേരിൽ ഒരാളായിട്ടുള്ള ആനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന്. ഇനി ആംബുലൻസിൽ വെച്ച് അദ്ദേഹത്തെ മർദ്ദിച്ച ഉദയകുമാർ പ്രാദേശിക കോൺഗ്രസിന്റെ നേതാവാണ്. ആദ്യം മർദ്ദിച്ച ജഗദീഷ്, ജയകുമാർ, വിനോദ് ഇവരൊക്കെ CPM-ന്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലോ നമ്മുടെ നാട്ടിലോ ഒരിടത്തും ഇവരുടെയൊക്കെ പേരും ഇവരുടെയൊക്കെ രാഷ്ട്രീയം അറിയാം. 1ാം പ്രതിയുടെ പേരെന്താ? 1ാം പ്രതിയുടെ പേരെന്താ? 2ാം പ്രതിയുടെ പേരെന്താ? 3ാം പ്രതിയുടെ പേരെന്താ? 5ാം പ്രതിയുടെ പേരെന്താ? മാധു പറഞ്ഞെന്താണ്? മാധു പറയട്ടെ, ഞാൻ പറയട്ടെ. മാധു അങ്ങനെയെങ്കിൽ ഇത് വലതുപക്ഷ രാഷ്ട്രീയമാണോ? അങ്ങനെയെങ്കിൽ മാധു ഇത് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് എന്താണ്, ഏതൊരാളാണെങ്കിലും പക്ഷെ മാധു പറഞ്ഞ എന്താ വലതുപക്ഷ രാഷ്ട്രീയം. പ്രതിപട്ടികയിലുള്ള 1, 2, 3, 5 പ്രതികളുടെ പേരറിയില്ല. ഞാൻ ഒച്ചയിടാനില്ല ശ്യാം. പ്രതികളുടെ പേരറിയില്ല. അതിലെ കോൺഗ്രസ്സുകാരെ അറിയില്ല, അതിലെ CATU-കാരനെ അറിയില്ല. മാധുവിന് അതിലെ CAT-കാരനെ അറിയില്ല. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്നു. ഞാൻ ഒച്ചയിടാനില്ല. ഈ വിഷയത്തിൽ ഞാൻ ഒച്ചയിടാനില്ല. ഒരു മിനിറ്റ് അങ്ങനെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല. ഇതിലെ പ്രതികളുടെ കാര്യം ഞാൻ അങ്ങോട്ട് എന്താണ് ചോദിച്ചത്? വലതു രാഷ്ട്രീയത്തിന്റെ പരിരക്ഷയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങ് ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ പേര് പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു. ഇതിലെ 5ാം പ്രതിയുടെ പേര് ആനന്ദനാണെന്നും CATU പ്രവർത്തകനാണ് എന്നും അങ്ങ് പറഞ്ഞു. നമ്മൾ ഒരു കാര്യത്തെ അങ്ങനെ ഓരോ ആ പ്രതിപട്ടികയിലുള്ളതും ഇല്ലാത്തതുമായ ആളുകളുടെ രാഷ്ട്രീയം എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായും ആദ്യം പറയുക 1ാം പ്രതിയുടെ പേരാണ്, 1ാം പ്രതിയുടെ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും 2ാമത് പറയുക 2ാം പ്രതിയുടെ പേരും രാഷ്ട്രീയവുമാണ്. സ്വാഭാവികമായും 3ാമത് പറയുക 3ാം പ്രതിയുടെ പേരും രാഷ്ട്രീയവുമാണ്. ശേഷം സ്വാഭാവികമായി പറയേണ്ട 4ാം പ്രതിയുടെ പേരാണ് അങ്ങ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറയേണ്ടത് 5ാം പ്രതിയുടെ പേരും 5ാം പ്രതിയുടെ രാഷ്ട്രീയവുമാണ്. അങ്ങേക്ക് 1, 2, 3, 5 സ്കിപ്പ് ചെയ്തു പോകുന്നതും 4ാമത്തേതും പ്രതിപട്ടികയിൽ ഇല്ലാത്തതുമായ വനിതയുടെ പേര് ഓർത്തു വെക്കാൻ കഴിയുന്നതും അങ്ങ് പറയരുത് എന്ന് വിചാരിച്ച രാഷ്ട്രീയത്തിന്റെ തികട്ടലാണ് ശ്യാം. പറഞ്ഞോളൂ. ഇനി ഞാൻ പറയാമല്ലോ. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും ഇനി പ്രതിപട്ടികയിലില്ലാത്ത വനിതയുടെ രാഷ്ട്രീയം മാധുവിന് അറിയാമല്ലോ. എന്നിട്ടും മാധു അതിനെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് മാത്രമായിട്ട് കൂട്ടിക്കൊണ്ടു. വലതു രാഷ്ട്രീയത്തിന്റെ പരിരക്ഷയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാമല്ലോ. സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയില്ല ശ്യാമേ. ഞാൻ നടത്തിയില്ല. അല്ലല്ല, ഒരു സമൂഹത്തിൽ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അതിലെ ആദ്യ 5 പ്രതികളിൽ ഒരാൾ
CITU-കാരനും 4 പേർ BJP അനുഭാവികളുമാണെങ്കിൽ അത് സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന നിലയ്ക്ക് തന്നെ കാണാം. പക്ഷേ അതിൽ കൂടുതലും BJP പ്രവർത്തകരാണെന്ന ആരോപണം സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉന്നയിച്ചാൽ അത് സ്വാഭാവികമായും എനിക്ക് അങ്ങയോട് ചോദിക്കാം, വലത് രാഷ്ട്രീയത്തിന് പരിരക്ഷയുണ്ടോ? അല്ലല്ല, ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അങ്ങ് ചെയ്തതിൽ ശരികേടുണ്ട് ശ്യാം, അങ്ങ് ചെയ്തതിൽ ശരികേടുണ്ട് ശ്യാം. അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല. പരിരക്ഷയുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങയോട് ചോദിച്ചത് ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് അല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് അല്ല. അങ്ങേക്ക് നിഷേധിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അങ്ങേക്ക് നിഷേധിക്കാനുള്ള എല്ലാ അവസരവും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തെ അങ്ങ് സ്റ്റേറ്റ്മെന്റ് ആയി എടുത്തുകൊണ്ട് അങ്ങ് അതിന് മറുപടി പറയാൻ നിന്നാൽ എന്റെ രാഷ്ട്രീയം എന്നുള്ളതല്ല, നിങ്ങളുടെ രാഷ്ട്രീയം പറയാനാണ് നിങ്ങൾ വന്നത് എന്നത് വ്യക്തമാക്കുകയാണ് ശ്യാം. കേട്ടോ? അല്ലല്ല, മനുഷ്യന്റെ കോമൺ സെൻസിനെ പരീക്ഷിക്കരുത്. ഞാൻ ഇത്തിരി ശരികേടാന്നേ, ഞാൻ ഇത്തിരി ശരികേടാണ് സമ്മതിച്ചെന്നേ. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കോമൺ സെൻസിനെ പരീക്ഷിക്കരുത്. മാധു, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കോമൺ സെൻസിനെ പരീക്ഷിക്കരുത്. നിങ്ങൾ ഒന്നുകിൽ എല്ലാ ആളുകളും രാഷ്ട്രീയം പറയണം, അതാ ഞാൻ പറഞ്ഞേ ശ്യാമേ, അതാ ഞാൻ പറഞ്ഞേ. ഞാൻ ഈ 5 പ്രതികളുടെയും രാഷ്ട്രീയം പറഞ്ഞില്ല. ഈ ചർച്ചയിൽ ശ്യാമേ, പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് ശ്യാമ. ഈ ചർച്ചയിൽ പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് ശ്യാമ. ശ്യാമിന് പ്രതിപ്പട്ടികയിലില്ലാത്ത ഒരാളുടെയും 5ാം പ്രതിയുടെ രാഷ്ട്രീയമേ പറയാമെന്നല്ലോ. ശ്യാം ഇപ്പൊ പറഞ്ഞ കോമൺ സെൻസ് ഇല്ലേ? പറയുകയാണെങ്കിൽ എല്ലാവരുടെയും രാഷ്ട്രീയം പറയണമെന്ന്. അത് ശ്യാം ചെയ്യാത്തിടത്താണ് ഞാൻ ഇടപെട്ടത്. കേട്ടോ? ഇനി പറഞ്ഞോ, അതിനുള്ള മറുപടി ശ്യാം പറഞ്ഞു കഴിഞ്ഞു. ശരി, ഇങ്ങനെ ലൈവിൽ ഇരുന്നിട്ട് പച്ചക്കള്ളം പറയരുത്. ഇപ്പൊ നടക്കുന്ന ചർച്ചയ്ക്ക് നേരത്തെ പറയാൻ പറ്റുമോ? നാണമാകുന്നതിനെ നിങ്ങൾക്ക് ലൈവിൽ ഇരുന്ന് പച്ചക്കള്ളം പറയാൻ. നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ല എന്ന് പറയുന്നോ? എന്നിട്ട് എന്നെ പറയാൻ അനുവദിക്കാതിരിക്കുന്നോ? ഞാൻ പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ പറഞ്ഞത് വലതുപക്ഷത്തിന്റെ പരിരക്ഷ ഉണ്ടോന്നാണ്. ആ വലതുപക്ഷം നിങ്ങൾ ഞങ്ങളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ചോദ്യമായിട്ട് എടുത്താലല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ലേ എടുത്തേ, പിന്നെന്ത് ഉത്തരം? നിക്ക് ഞാൻ പറയട്ടെ. മാത്രമായിട്ട് ചോദ്യം എന്ന് പറഞ്ഞ് 2 മിനിറ്റ് നിങ്ങൾ തന്നെ സംസാരിച്ച് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയട്ടെ മാധു, തർക്കിക്കണ്ട, ഞാൻ പറയട്ടെ. ഇനി അതിനുശേഷം ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കൂ. ഞാൻ എന്നോട് ചോദ്യം ചോദിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ചോദ്യം. അതറിയാലേ, ഇവിടെ ഈ കേരളത്തിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ അതൊക്കെയാണ്. 2018 മധുവിനെ കൊലപ്പെടുത്തിയ സമയത്ത് അട്ടപ്പാടി മുതൽ പാലക്കാട് മന്ത്രിയെന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലന്റെ വീട് വരെ 2 ദിവസം കാൽനടയാത്ര നടത്തിയ ആളാണ് ഞാൻ. അന്ന് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് മധുവിന് വേണ്ടിയിട്ട് കാൽനടയാത്ര നടത്തിയതാണ് ചുട്ടുകൊള്ളുന്ന വെയിലിൽ. വിശ്വനാഥൻ എന്ന് പറയുന്നത് 2023 വിശ്വനാഥൻ പറയാൻ അനുവദിക്കൂ. അതിന് പറയട്ടെ. 2023 വിശ്വനാഥൻ എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് അത് 7 വർഷത്തിന് ശേഷം കാത്തിരുന്ന കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കള്ളനെന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോൾ അദ്ദേഹം ഒരു മരത്തിന്റെ മേലെ കെട്ടിത്തൂങ്ങി മരിക്കപ്പെട്ടു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ വീട്ടിലും പോയ ഒരാളാണ് ഞാൻ. അതേ വർഷം തന്നെ രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ആളെ മലപ്പുറത്ത്, ഞാൻ പ്രതികളുടെ പേര് വായിക്കണോ? മലപ്പുറത്ത് രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരാളെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു. ആ കൊല ചെയ്യപ്പെട്ടതിന്റെ തെളിവുകൾ അവശേഷിക്കാതെ CCTVകൾ പോലും തച്ചു തകർക്കപ്പെട്ടു. ആ കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ അതൊന്നും നടക്കാൻ പാടില്ല. അതിലെ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെടണം. ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ശ്രീ ശ്യാംകുമാറിനെ പോലെ ഇരിക്കുന്ന ആളുകൾ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം കേരളത്തിലുണ്ടായിട്ടുള്ള ഇതുവരെ 3-4 തവണയായിട്ടുണ്ടായിട്ടുള്ള ഈ ദളിത് ആദിവാസി കൊലപാതകങ്ങളെ പോലും പറഞ്ഞു പോയിട്ട് അതിനെ മുസ്ലിം ഐഡന്റിറ്റിക്കായിട്ട് ബന്ധിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാണ് പുരോഗമന മുഖം മൂടി. ഈ TS ശ്യാംകുമാറിനെ പോലെയുള്ള പുരോഗമന മുഖം മൂടിയാണ് ഞാൻ ദളിത് പിന്നോക്ക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് കൂടി പറയണം. പറയാതെ പോകാൻ വേണ്ടി പാടില്ല. നോക്കൂ, പാലക്കാട് പരിപാടി നടക്കില്ല ശ്യാമേ. കേട്ടോ, നിങ്ങൾക്ക് ആളുകൾ ആ പരിപാടി നടക്കില്ല ശ്യാമേ. ഇല്ല നടക്കില്ല. ആ നിലയ്ക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരാശയം പറയുന്ന മനുഷ്യരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയം പ്രാബല്യമാണെന്ന് അധിക്ഷേപിക്കാനുള്ള അവസരം ഇവിടെ ഇല്ല. ഇത് ജനാധിപത്യ ചർച്ചയാണ്. ഇത് ജനാധിപത്യമുള്ള ചർച്ചയാണ്. ആ പരിപാടി നടക്കില്ല. ഇല്ലില്ല. ഡോക്ടർ TS ശ്യാംകുമാറിനെ ശ്യാമരാജിനെ വിളിച്ചതുപോലെ ഞാൻ ബഹുമാനപൂർവ്വം വിളിച്ച ഒരാളാണ്. അല്ലല്ല, ആ നിലയ്ക്ക് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടോ അദ്ദേഹത്തെ വ്യക്തിപരമായി നേരിട്ടുകൊണ്ടോ ചർച്ച മുന്നോട്ടോ പറ്റില്ല ശ്യാമേ, പറ്റില്ല, നടക്കില്ല. ആ വേദി ഇവിടില്ല. രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാന്നുള്ള നിങ്ങളുടെ നടക്കും.
നടക്കൂലെന്ന് മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അടവും നടക്കൂല. ഇവിടെ ഒരു അടവുമില്ല. ഞാൻ അങ്ങയോട് അല്ലല്ല മന്ത്രി എം പി രാജേഷ് അടക്കം ഉന്നയിച്ച വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങയോടല്ല പറയുന്നത്, ഞാൻ പ്രേക്ഷകരോട് കൂടിയാണ് പറയുന്നത്. മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ശ്യാം ഒരു മിനിറ്റ് എല്ലാവരും പറഞ്ഞോളൂ. നാട്ടിൽ നിങ്ങൾക്കല്ലാത്ത മറ്റെല്ലാവർക്കും അജണ്ടയാണെന്ന് പറഞ്ഞോളൂ. നാട്ടിൽ നിങ്ങൾക്കല്ലാത്ത എല്ലാവർക്കും അജണ്ടയാണെന്ന് പറയൂ കേട്ടോ. ആളുകൾ വിഴുങ്ങും. നോക്കിയിരുന്നോ ശ്യാമേ? എനിക്ക് പ്രേക്ഷകരോട് കൂടി പറയാനുള്ള ഒരു കാര്യമാണ്, മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ സംഘപരിവാർ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിൽ എന്ന് പറയുമ്പോൾ വലത് രാഷ്ട്രീയ പരിരക്ഷയുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ ശ്യാമിനോട് ചോദിച്ചത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ജാപ്പ കുത്തണ്ട ശ്യാമേ, നടക്കില്ല. അതായത് മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ ഉന്നയിച്ച വിമർശനങ്ങൾ